ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയ്ക്ക് തിരിച്ചടി. ഇടക്കാല ജാമ്യം എന്ന ആവശ്യം ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഹെൽത്ത് ഗ്രൗണ്ടിലായിരുന്നു ജാമ്യ ഹർജി നൽകിയത്. എന്താണ് കോടതിയുടെ തീരുമാനം? ആര്യ, പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇടക്കാല ജാമ്യം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. മറ്റൊന്ന്, കവിതയുടെ മകന് പരീക്ഷയാണ്, അതുകൊണ്ട് ആ സമയത്ത് തൻ്റെ ആവശ്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ച് ഇടക്കാല ജാമ്യം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള വാദം കേട്ട ശേഷം കവിതയുടെ ആവശ്യങ്ങളൊന്നും ജാമ്യം നൽകാൻ മാത്രം ഉള്ളതല്ല എന്നുള്ള കാര്യം കോടതി മനസ്സിലാക്കുകയും അതിനുശേഷമാണ് ഇടക്കാല ജാമ്യം എന്നുള്ള ആവശ്യം തള്ളിക്കളഞ്ഞ് ഇപ്പോഴുള്ളതുപോലെ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചത്. പ്രത്യേകിച്ചും കാവേരി ബവേജ, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ ഉൾപ്പെടെ വിധിയെടുത്ത അതേ ജഡ്ജി തന്നെയാണ് റോസ് അവന്യൂ കോടതിയിലെ PMLA ജഡ്ജിയായിട്ടുള്ള കാവേരി ബവേജ തന്നെയായിരുന്നു ഇടക്കാല ജാമ്യം എന്നുള്ള ആവശ്യം തള്ളിയത്. നിലവിൽ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലാണ് കെ കവിത തുടരുന്നത്. ഒപ്പം തന്നെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്യുന്നുമുണ്ട്.